ശ്രീ പ്രവീൺ, ഇപ്പോൾ എന്താണ് താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? അവിടെ നിന്നും വീണ്ടും ഒരു പുക ഉയരുന്നു ഇതേ ബ്ലോക്കിൽ നിന്ന് പറയുമ്പോൾ വലിയ ആശങ്കയാണ് നിൽക്കുന്നത്. ഹലോ, യെസ് പറഞ്ഞോളൂ. ഇവിടെ കഴിഞ്ഞ ദിവസം പുകയുയർന്ന അതേ ബിൽഡിങ്ങിൽ അതേ കേഷ്യാലിറ്റിയിലെ 6ാം നിലയിൽ നിന്നാണ് പുകയുന്നത്. പുക ഇപ്പം അഗ്നി സംവിധാനമൊക്കെ എടുത്തി പുകയൊന്നും ഇപ്പം പുറത്തേക്ക് കാണുന്നില്ല. പക്ഷെ നിരന്തരമായി ഇവിടെ പുകയുയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വയറിംഗ് സിസ്റ്റവും. അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം UPS പൊട്ടിത്തെറിച്ചാന്ന് പറഞ്ഞത്. ഇന്ന് എന്താ കാരണം എന്നൊന്നും പറയുന്നില്ല. ഇന്ന് അവിടെ ഇലക്ട്രിക്സിന്റെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നു. അതിന്റെ ഉള്ളിലേക്ക് മാധ്യമങ്ങളെയോ പിന്നെ ബന്ധപ്പെട്ട അങ്ങനെ അറിയാൻ പറ്റുന്ന ആരെയും അതിന്റെ ഹോസ്പിറ്റലിനുള്ളിൽ കടത്തിവിടുന്നില്ല. കാരണം അതിന്റെ യഥാർത്ഥ വസ്തുത ജനങ്ങളും മാധ്യമങ്ങളും അറിയാതിരിക്കാനുള്ളൊരു തന്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതായത് പ്രവീൺ, കാര്യങ്ങൾ നോക്കൂ, ഇത്രയും വലിയ സംഭവം ഉണ്ടായി, ദുരന്തം ഉണ്ടായി, ആളുകളൊക്കെ തന്നെ മരണപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പോലും പിന്നീടും ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഈ വയറിങ്ങിന്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ സംശയങ്ങളാണ് നമുക്ക് തോന്നുന്നത്. അതെ, ഫയർ ആൻഡ് സേഫ്റ്റി വർക്ക് ചെയ്യുന്നില്ല. വയറിങ് ഫുള്ള് കംപ്ലൈന്റ് ആണ്. രണ്ടാമത്തത്, കഴിഞ്ഞ ദിവസം ഇവിടെ തീ പിടിച്ചപ്പോൾ ഞങ്ങളെ പോലത്തെ പൊതുപ്രവർത്തകർ ഇവിടെ രോഗികളെ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി എമർജൻസി എക്സിറ്റിന്റെ അകത്ത് ഇവിടുത്തെ വേസ്റ്റുകൾ ആക്രിസാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുക. അതെടുത്തു മാറ്റി പൂട്ട് അടിച്ചു പൊളിച്ചതിന് ശേഷം ആ റാമ്പ് വഴിക്ക് രോഗികളെ പുറത്തിറക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഫുള്ള് അനാസ്ഥയാണ്. മരുന്നില്ല, ഒന്നുമില്ലാതെ കിടക്കുന്നത് ഈ മെഡിക്കൽ കോളേജ് തകിടം മറിഞ്ഞു കിടക്കുക. സത്യം പറഞ്ഞാൽ ഇവിടേക്ക് ഈ കേഷ്യാലിറ്റി വയറിംഗ് സിസ്റ്റം മൊത്തം പൊളിച്ച് രണ്ടാമത് റിപ്പയർ ചെയ്തതിനു ശേഷം ഇവിടേക്ക് രോഗികളെ കയറ്റാൻ പാടുള്ളൂ എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങള്. ഇന്നിപ്പം ന്യൂറോ സർജറി വാർഡിലെ 35ഓളം പേഷ്യന്റിനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നറിയാൻ കഴിഞ്ഞ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞതാ. പക്ഷെ പ്രിൻസിപ്പാളും ബാക്കി ബന്ധപ്പെട്ട അധികാരികളെ നിഷേധിക്കുകയാണ്. അവരെ തിരിച്ച് അവിടേക്ക് തന്നെ കൊണ്ടുപോകേണ്ടി വന്നു ഈ പുകയുയർന്നപ്പോ. പ്രവീൺ, ഇപ്പോൾ സ്ഥിതി എന്തായാലും നിയന്ത്രണ വിധേയമല്ലേ? കാരണം ആളുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് ആശ്വാസമാണ്. ഈ 4ഉം 5ഉം നിലകളിൽ ഉള്ള ആളുകളെയൊക്കെ തന്നെ മാറ്റേണ്ട അവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എന്റെ അഭിപ്രായം സർജറി വാർഡിൽ ഇവിടെ ആരും ഇല്ലായിരുന്നു. അന്ന് മാറ്റിയ പേഷ്യന്റ് രണ്ടാമത് ന്യൂറോ സർജറി 35 പേഷ്യന്റ് ഇങ്ങോട്ട് മാറ്റി എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് അറിയാൻ കഴിഞ്ഞത്. അവിടെ തിരിച്ച് പിന്നെ അവിടേക്കൊന്നും കൊണ്ടുപോയി വന്ന സ്ഥലത്തേക്ക് തന്നെ ഇവരെ ഈ രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കുക. ഇത് തീ പിടിച്ചിട്ട് ഇവിടെ രോഗികൾക്ക് നിൽക്കാൻ വയ്യ. എന്ത് ധൈര്യത്തിൽ ഈ മെഡിക്കൽ കോളേജിലേക്ക് ഇനി രോഗികളെ കൊണ്ടുവരും സ്പെഷ്യാലിറ്റിയിലേക്ക് ജനങ്ങൾ? ഇവിടെ 7 നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന വയറും സിസ്റ്റവും 2026 വരെ ഗ്യാരണ്ടിയുള്ള ഒരു പിന്നെ മിഷനാണ് ഇന്നലെ പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. അതല്ല മറ്റേതെങ്കിലും ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ബാറ്ററി വീക്കായി വീണ്ടും പുക ഉയർന്നതാകുമോ? നമുക്കിപ്പോൾ സംശയിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം അതിനകത്ത് പുറത്തു നിന്ന് നമുക്കിങ്ങനെ സംസാരിക്കാനേ പറ്റുകയുള്ളൂ. അകത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ അത് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു മീഡിയ പ്രവർത്തകരെയോ അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരോ ആരെങ്കിലും ഒന്നും കയറ്റി വിടണ്ടേ എന്താണെന്നറിയാൻ? അത് ബന്ധവസായി പോലീസ് ബന്ധവസാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഒരാളെ പോലും കയറ്റി വിടുന്നില്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും അവിടെയുള്ള കുറച്ച് പോലീസുകാരും ഉള്ളൂ. കൂടെ ഫയർ ആൻഡ് സേഫ്റ്റിന്റെ ഫയർഫോഴ്സിലും. ബാക്കി ഇതെന്താ സത്യാവസ്ഥ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതെന്ത് പൊട്ടിത്തെറിച്ചത്? വയറിംഗ് ഷോർട്ട് സർക്യൂട്ടാണോ, വേറെ എന്തെങ്കിലും മെഷീൻ പൊട്ടിത്തെറിച്ചതാണോ? ഇത് കഴിഞ്ഞ താഴെയായിരുന്നു. ഇത് ഏറ്റവും മുകളിൽ 6ാം നിലയിലാണ് ഇത് സംഭവം നടന്നത്. അതായത് ഈ വയറിംഗ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇലക്ട്രിക് വിഭാഗം നടത്തിയ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് ആ വിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും അത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇനിയും നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് സംവിധാനമെങ്കിൽ ഒരു ഉറപ്പും ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് ഒരു ഉറപ്പും പറയാൻ കഴിയില്ലല്ലോ ശ്രീ പ്രവീൺ. അതെ, ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. രോഗികളെ ഒരു ധൈര്യത്തിലും ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം 5 മരണം ഉണ്ടായി. 5 മരണം ഉണ്ടായി. ഞാനടക്കം ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ 2 മരണം ആ ഹോസ്പിറ്റലിലെ വരാന്തയിൽ ഉണ്ടായി. അത് ഈ പുക മൂലമാണ് എന്ന് പറഞ്ഞൊരു പ്രചരണം ഉണ്ടായി. പക്ഷെ പുക മൂലമല്ല. പുക ഉണ്ടായപ്പോൾ വെന്റിലേറ്ററിൽ കിടന്ന അവശനായുള്ള രോഗികളെ വെന്റിലേറ്ററിൽ നിന്ന് ഒഴിവാക്കി തിരിച്ച് ആ വരാന്തയെ കൊണ്ട് കിടത്തിയ സമയത്ത് ശ്വാസം കിട്ടാതെയാണ് മരിച്ചത്. ഇതുപോലെ എന്ത് ധൈര്യത്തിൽ നമ്മൾ കൊണ്ടുപോയി വെന്റിലേറ്ററും മെഡിക്കൽ കോളേജിലും മെഡിക്കൽ കോളേജ് കുത്തഴിഞ്ഞ് കിടക്കുക. മെഡിക്കൽ കോളേജിൽ സത്യം പറഞ്ഞാൽ ഒരു തരത്തിലൊരു രോഗി ഇങ്ങോട്ട് വരാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുക മെഡിക്കൽ കോളേജ്. ഇപ്പോൾ എത്രത്തോളം ആളുകൾ ജീവനക്കാർ രോഗികൾ ഒക്കെ ഇപ്പോൾ അവിടെ ഇപ്പോൾ ആ ബ്ലോക്കിൽ ആരുമില്ലെങ്കിലും ഒരുപക്ഷെ മറ്റ് ഈ സംഭവത്തിന് ശേഷമൊക്കെ തന്നെ പിന്നീട് ആളുകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നല്ലോ. അപ്പോൾ എത്രത്തോളം ആളുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാൻ കഴിഞ്ഞത്. അവരെ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി ഈ പുക വന്നപ്പോൾ.
അതിന്റെ മുകളിൽ കൂടി റാമ്പ് സെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അതിലെ തന്നെ പോയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വന്നില്ല. റാമ്പ് മുകളിൽ കൂടി മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള സൗകര്യം ഉണ്ടെന്ന് അതിലായിരിക്കും കൊണ്ടുപോയത്. അതുകൊണ്ട് വരാന്തയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല പ്രാവശ്യം. ശരി പ്രവീൺ, എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. വളരെയധികം നന്ദി താങ്കൾ കിട്ടിയ ഇൻഫർമേഷൻസ് നമ്മോട് പങ്കുവച്ചതിന്.